നമ്മുടെ നാട്ടിലെല്ലാം വിഷുവിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡിലുള്ള ഒരു സാധനമാണ് ഉണ്ണിയപ്പം. കണി വെക്കുന്നതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനം കൂടിയാണ് ഇത്. അതുകൊണ്ട് വിഷുവിന്റെ തലേന്ന് എല്ലാ വീട്ടിലും ഉണ്ണിയപ്പം ഉണ്ടാക്കും. ഇന്ന് നമുക്ക് കുറച്ച് ഉണ്ണിയപ്പത്തിന് ഓർഡർ ഉണ്ട്. അതും നമ്മളെ വീഡിയോ കാണുന്നവരെ വിളിച്ച് ഓർഡർ തന്നതാണ്. നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അമ്മമ്മ ഇന്നലെ എത്തിയിട്ടുണ്ട്. എനിക്കൊരു 10-10:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇതെല്ലാം കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് മുന്നായിട്ട് വേഗം ചോറ് വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോ ഇപ്പത്തേക്ക് വേണ്ടുന്ന ഉണ്ണിയപ്പെല്ലാം അമ്മ ചുട്ട് റെഡിയാക്കി ആടും. ഞാൻ വേഗം പോയി മാറ്റി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അതിന് മുന്നായിട്ട് ഞാനെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിനി. പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന ചേച്ചി സ്നേഹത്തോടെ നമ്മളെ ഉണ്ണിയപ്പം കഴിക്കാൻ വേണ്ടിട്ട് കൊതിയാവെന്ന് പറഞ്ഞും അവർക്കില്ല ഉണ്ണിയപ്പം ഇതാ കൊറിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട്. സാധാരണ നമ്മൾ നേരിട്ടുള്ള ഓർഡർ മാത്രമേ ഏക്കാറില്ലൂ, കൊറിയർ അങ്ങനെ ചെയ്ത് കൊടുക്കുകയില്ല. ഫുഡ് ഐറ്റംസ് ആയതുകൊണ്ട് കൃത്യസമയത്ത് എത്തുമോ എന്നുള്ള പേടിയാണ്. പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ടായിനി. അതെല്ലാം വാങ്ങി ഞാൻ അപ്രതീക്ഷിതായിട്ട് ടൗണിൽ വെച്ചിട്ട് ഒരാളെ കണ്ടു. വേറെ ആരുമല്ല, നമ്മളെ വസന്തമ്മ. ഞാൻ ഏതായാലും വട്ടാട്ടേക്ക് പോയി അമ്മേനെ കാണണമെന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ടായിനി. അങ്ങനെ അമ്മേനെ ഓട്ടോയിൽ കയറ്റി വിട്ടിട്ട് ഞാൻ 2 വീലറിൽ പിറകെ പോയി. നാളെയെല്ലാം തിരക്കായിരിക്കും, ഇനി വിഷു കഴിഞ്ഞാലേ അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് പറ്റൂലൂ. അതുകൊണ്ട് ഞാൻ അമ്മക്ക് കണിവെക്കാനുള്ള ഉണ്ണിയപ്പം കൂടി കൊണ്ട് അന്ന് കേട്ടോ പോയത്. പിന്നെ അവിടുന്ന് ചോറെല്ലാം കഴിച്ചിട്ട് ഞാൻ ഉണ്ണിയപ്പത്തിന്റെ സാധനം വാങ്ങി നേരെ വീട്ടിലെത്തി. വൈകുന്നേരത്തേക്ക് ഒരു ഓർഡറും കൂടി ഉണ്ടായിനി. അത് കൊണ്ടു കൊടുക്കാൻ പോയ സമയത്ത് വണ്ടി ചെറുതായിട്ടൊന്ന് വർക്ക്ഷോപ്പ് കയറ്റി, ഇല്ലെങ്കിൽ പണി കിട്ടും, ബ്രേക്ക് തീരെയില്ല. അത് റെഡിയായി കിട്ടുന്ന കുറച്ചു നേരം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്കും അമ്മ നല്ല കപ്പയെല്ലാം പുഴുങ്ങുന്നുണ്ടായിനി. വിഷുക്കണി വെക്കാനിലെ ഉണ്ണിയപ്പം ചൂടാൻ സഹായിക്കാൻ വേണ്ടിട്ട് ഇതാ നമ്മളെ ഗീതമ്മ എത്തിയിട്ടുണ്ട്. ഗീതമ്മ വരുമ്പോ ചക്കിയും കൊണ്ടാ വന്നിന് കേട്ടാ. ഇത് ഗീതമ്മേരെ മോന്റെ മോനാന്ന്. ഗീതമ്മ നമ്മളെ പാർവമ്മേന്റെ മൂത്ത മോളാന്ന്.